കേരളത്തിലെ വേനൽക്കാലം ഇന്ന് വെറുമൊരു കാലാവസ്ഥാ മാറ്റമല്ല, മറിച്ച് അത്യുഷ്ണത്തിൻ്റെ തീഷ്ണമായ പോരാട്ട ഭൂമി കൂടിയാണ്. അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുമ്പോൾ മനുഷ്യർ മാത്രമല്ല, പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും ആശ്വാസത്തിൻ്റെ തണുപ്പും ഈർപ്പവും തേടി പരക്കം പായുകയാണ്. ഈ അന്വേഷണത്തിനിടയിലാണ് ഇഴജന്തുക്കൾ, പ്രത്യേകിച്ച് വിഷപ്പാമ്പുകൾ, ജനവാസ മേഖലകളിലേക്കും വീടുകളുടെ അകത്തളങ്ങളിലേക്കും അപ്രതീക്ഷിതമായി കടന്നു വരുന്നത്. അടുത്ത കാലത്തായി വയനാട്ടിലും പാലക്കാടും ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾക്കുണ്ടായ ദാരുണമായ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വരാനിരിക്കുന്ന വലിയൊരു വിപത്തിൻ്റെ സൂചനയായി വേണം കണക്കാക്കാൻ. വെറുമൊരു ഭീതിയല്ല, മറിച്ച് ശാസ്ത്രീയമായ അറിവും ജാഗ്രതയുമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് തുണയാകേണ്ടത്. എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് പാമ്പുകൾ ഇത്രയധികം പുറത്തിറങ്ങുന്നത് എന്നതിന് കൃത്യമായ ജൈവികമായ കാരണങ്ങളുണ്ട്. പാമ്പുകൾ ശീതരക്തമുള്ള ജീവികളാണ്. അതായത് അവയുടെ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാൻ അവയ്ക്ക് സ്വയം സാധിക്കില്ല. അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ ശരീര താപനില ക്രമാതീതമായി ഉയരുന്നത് അവയുടെ ജീവന് തന്നെ ഭീഷണിയാകും. ഈ ഒരു അവസ്ഥയിലാണ് അവ ഈർപ്പമുള്ള ഇടങ്ങൾ തേടി അലയുന്നത്. വേനൽ കടുക്കുമ്പോൾ കാട്ടിലും പറമ്പിലുമുള്ള സ്വാഭാവികമായ ഉറവിടങ്ങൾ വറ്റിപ്പോവുകയും മാളങ്ങൾ ചൂട് പിടിക്കുകയും ചെയ്യുന്നു. ഇതോടെ വീടിനുള്ളിലെ ബാത്റൂമുകൾ, തറയോടുകൾക്ക് ഇടയിലെ വിള്ളലുകൾ, കട്ടിലിനടിയിലെ തണുപ്പുള്ള ഭാഗങ്ങൾ എന്നിവ പാമ്പുകളുടെ സുരക്ഷിത താവളങ്ങളായി മാറുന്നത്. കൂടാതെ കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന വിഷപ്പാമ്പുകളായ മൂർഖനും അണലിയും അവയുടെ പ്രജനനത്തിന് ഈ കാലയളവ് തിരഞ്ഞെടുക്കുന്നു എന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന മാരക വിഷമുള്ള 4 പാമ്പുകളെ ബിഗ് 4 എന്നാണ് അറിയപ്പെടുന്നത്. മൂർഖൻ, അണലി, വെള്ളിക്കെട്ടൻ, ചുരുട്ടമണ്ഡലി എന്നിവയാണവ. ഇതിൽ മൂർഖൻ പാമ്പുകൾ വേനൽക്കാലത്ത് മുട്ടയിടുകയും വിരിയുകയും ചെയ്യുമെന്നതിനാൽ അവയുടെ കുഞ്ഞുങ്ങൾ തണുപ്പ് തേടി വലിയ തോതിൽ വീടിനുള്ളിൽ എത്താറുണ്ട്. അണലികളാകട്ടെ ഈ സമയത്താണ് പ്രസവിക്കുന്നത്. ചെറിയ പാമ്പുകളാണല്ലോ എന്ന് കരുതി നാം അവയെ അവഗണിച്ചാൽ അത് വലിയ തെറ്റായിരിക്കും. മുതിർന്ന പാമ്പുകളേക്കാൾ കൂടുതൽ വിഷം ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ പക്കൽ ഉണ്ടായേക്കാം. കാരണം അവയ്ക്ക് വിഷം എത്രമാത്രം പുറപ്പെടുവിക്കണം എന്നതിനെക്കുറിച്ച് നിയന്ത്രണ ബോധമുണ്ടാകില്ല. വിറകുകൾ വീടിനോട് ചേർന്ന് അലക്ഷ്യമായി കൂട്ടിയിടുകയോ പഴയ സാധനങ്ങൾ ടെറസിലോ സിറ്റൗട്ടിലോ സൂക്ഷിക്കുകയോ ചെയ്യുന്നത് പാമ്പുകൾക്ക് സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ അവസരമൊരുക്കുന്നു. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്ത പറമ്പിലേക്കോ പുറത്തേക്കോ ഇറങ്ങുന്നതും ചെരുപ്പ് ധരിക്കാതിരിക്കുന്നതും പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. നിലത്ത് കിടന്നുറങ്ങുന്ന ശീലം കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറെ അപകടകരമാണ്, പ്രത്യേകിച്ച് പാമ്പുകൾക്ക് എളുപ്പത്തിൽ കയറാവുന്ന സാഹചര്യമുള്ള പഴയ വീടുകളിൽ. അപകടങ്ങൾ ഒഴിവാക്കാനായി നാം പാലിക്കേണ്ട ചില മുൻകരുതലുകൾ തികച്ചും ലളിതമാണെങ്കിലും അവയുടെ പ്രാധാന്യം വളരെ വലുതാണ്. വൈകുന്നേരമാകുന്നതോടെ ജനലുകളും വാതിലുകളും കൃത്യമായി അടയ്ക്കാൻ ശ്രദ്ധിക്കണം. ജനലുകളിൽ വലകൾ ഘടിപ്പിക്കുന്നത് ഒരു പരിധിവരെ ഇത്തരം ഇഴജന്തുക്കളുടെ കടന്നുകയറ്റം തടയാൻ സഹായിക്കും. ചെരുപ്പുകൾ വീടിന് പുറത്തിടുന്നവരാണെങ്കിൽ അവ ധരിക്കുന്നതിന് മുമ്പ് കൃത്യമായി പരിശോധിക്കണം. ചെരുപ്പിനുള്ളിലെ ഇരുട്ടും തണുപ്പും പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. വീടിന് ചുറ്റുമുള്ള കാടുകൾ വെട്ടിത്തളിക്കുകയും ലോഷനുകളോ അണുനാശിനികളോ ഉപയോഗിച്ച് തറ വൃത്തിയായി വയ്ക്കുകയും ചെയ്യുന്നത് ഗുണകരമാണ്. എന്നിരുന്നാലും മണ്ണെണ്ണയോ മറ്റോ ഒഴിച്ചാൽ പാമ്പുകൾ വരില്ല എന്നൊക്കെയുള്ള അശാസ്ത്രീയമായ ധാരണകൾ പൂർണ്ണമായും വിശ്വസിക്കരുത്. അവയുടെ ഗന്ധം പാമ്പുകളെ അലോസരപ്പെടുത്തിയേക്കാം എന്നതല്ലാതെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ അവയ്ക്ക് സാധിക്കില്ല. പാമ്പുകടി ഏറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചും ഇന്നും മലയാളികൾക്കിടയിൽ ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാമ്പുകടിയേറ്റ ഭാഗത്ത് വെച്ച് കെട്ടുകയോ മുറിവുണ്ടാക്കി രക്തം ഒഴുക്കിക്കളയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഇത്തരം പ്രവൃത്തികൾ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും പേശികൾ നശിക്കാൻ കാരണമാവുകയും ചെയ്യും. ഭയമാണ് പാമ്പുകടിയേറ്റാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ശത്രു. ഹൃദയമിടിപ്പ് കൂടുമ്പോൾ വിഷം വേഗത്തിൽ ശരീരത്തിലാകെ പടരാൻ സാധ്യതയുണ്ട്. അതിനാൽ കടിയേറ്റ വ്യക്തിയെ പരിഭ്രാന്തനാക്കാതെ ശാന്തനായി ഇരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. മുറിവേറ്റ ഭാഗം സോപ്പിട്ട് കഴുകുന്നതും അനക്കാതെ വെക്കുന്നതും നല്ലതാണ്. മന്ത്രവാദത്തിനോ നാട്ടുവൈദ്യത്തിനോ പിന്നാലെ പോകാതെ എത്രയും വേഗം ആന്റിവെനം ലഭ്യമായ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലോ വലിയ മെഡിക്കൽ സെന്ററുകളിലോ രോഗിയെ എത്തിക്കുക എന്നതാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പാമ്പുകളെ പിടികൂടാനും വിവരങ്ങൾ കൈമാറാനും ഇന്ന് സംവിധാനങ്ങളുണ്ട്. കേരള വനം വകുപ്പ് പുറത്തിറക്കിയ സർപ്പ എന്ന മൊബൈൽ ആപ്പ് ഇതിന് മികച്ച ഉദാഹരണമാണ്. പാമ്പിനെ കണ്ടാൽ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. കാരണം പേടിച്ചോടുന്ന പാമ്പ് കൂടുതൽ അക്രമാസക്തനായേക്കാം. പകരം ലൈസൻസുള്ള പാമ്പ് പിടുത്തക്കാരെ അറിയിക്കുകയോ ആപ്പിലൂടെ വിവരം കൈമാറുകയോ ചെയ്താൽ സുരക്ഷിതമായി അവയെ നീക്കം ചെയ്യാൻ സാധിക്കും. പ്രകൃതിയിലെ ഭക്ഷ്യശൃംഖലയിൽ പാമ്പുകൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നത് വിസ്മരിക്കരുത്. അവയെ കൂട്ടത്തോടെ വംശനാശം വരുത്തുക എന്നതല്ല, മറിച്ച് അവയുമായുള്ള സംഘർഷം ഒഴിവാക്കി സുരക്ഷിതമായി ജീവിക്കുക എന്നതാണ് ബുദ്ധി. ഈ വേനൽക്കാലം നമുക്ക് നൽകുന്ന പാഠം നിരന്തരമായ ജാഗ്രതയുടേതാണ്. കുഞ്ഞുങ്ങളെ തനിച്ച് കുളിക്കാൻ വിടുമ്പോഴും രാത്രിയിൽ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും നാം കാണിക്കുന്ന ചെറിയൊരു ശ്രദ്ധ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും.
പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും കൃത്യമായി സംസ്കരിക്കുക. വീടിന്റെ ചുമരുകളിലുള്ള വിള്ളലുകൾ സിമന്റ് ഉപയോഗിച്ച് അടയ്ക്കുക. ബാത്റൂമിലെ ഔട്ട്ലെറ്റുകളിൽ വലകൾ സ്ഥാപിക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീടിനെ സുരക്ഷിതമാക്കും. പാമ്പുകൾ ശത്രുക്കളല്ല, മറിച്ച് പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ച് അതിജീവനം തേടുന്ന ജീവികളാണെന്ന് മനസ്സിലാക്കി അവയുമായുള്ള അകലം പാലിക്കുകയാണ് വേണ്ടത്. ഓർക്കുക, മുൻകരുതൽ പരിഭ്രാന്തിയേക്കാൾ കരുത്തുള്ള ആയുധമാണ്. ആരോഗ്യവകുപ്പിന്റെയും വനം വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് നമുക്ക് ഈ വേനലിനെ സുരക്ഷിതമായി മറികടക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.